ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനും അളവറ്റ ദയാപരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിന് പരമാവധി ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തോടെന്ന പോലെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ലോകത്തെ 3 പ്രബല മതങ്ങൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്ത മഹാനായ ഒരു പ്രവാചകൻ്റെ ചരിതമാണ് നാം കഴിഞ്ഞ ഖുതുബയിൽ കൂടിയും ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ഖുതുബകളിൽ കൂടിയും നാം കേൾക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ക്രൈസ്തവരും അതുപോലെ യഹൂദരും മുസ്ലിംകളുമായിട്ടുള്ള 3 മതവിഭാഗങ്ങളും ആദർശപിതാവായ ഖലീലുർ റഹ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇസ്ലാം മതത്തിൻ്റെ കൃത്യമായ ആദർശത്തിൽ നിന്നും വ്യതിചലിച്ചു പോയ ഒരു സ്നേഹമാണ് മറ്റുള്ള മതങ്ങളിൽ നിന്നെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന നമസ്കാരത്തിൽ പോലും അത്തഹിയ്യാത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടി നാം പ്രാർത്ഥിക്കാറുണ്ട്. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും അനുഗ്രഹം ചെയ്തതുപോലെ അള്ളാഹുവേ, ഞങ്ങളുടെ പ്രവാചകനും കുടുംബത്തിനും നീ അനുഗ്രഹം ചെയ്യണമേ എന്നുള്ള ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലാത്ത ഒരു നമസ്കാരവും പൂർണ്ണമാവുകയില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ പ്രഭാതത്തിലും ഒരു പ്രാർത്ഥന നടത്തുമെന്ന് മുസ്നദ് അഹ്മദിൽ കൊടുത്ത ഒരു ഹദീസിൽ നാം ഇപ്രകാരം വായിക്കുകയാണ്: അസ്ബഹ്നാ അലാ ഫിത്രത്തുൽ ഇസ്ലാം. അല്ലാഹുവേ, ഞങ്ങളെ പരിശുദ്ധമായ ഇസ്ലാം മതത്തിൽ നയിക്കണമേ അല്ലാ. എല്ലാ പ്രഭാതത്തിലുമാണ് ഈ പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. അവസാനം ആ പ്രാർത്ഥന അവസാനിക്കുന്നത് വഅലാ മില്ലത്ത് അബീന ഇബ്രാഹിം ഹനീഫം മുസ്ലിമാ. അള്ളാഹുവേ, നേർമാർഗത്തിൽ ഉറച്ചു നിന്ന ഞങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മില്ലത്തിലും ഞങ്ങളെ ആക്കണമേ എന്നുള്ള പ്രാർത്ഥന മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സുപ്രഭാതത്തിലും അള്ളാഹുവിനോട് ദുആ ചെയ്തതായി മുസ്നദ് അഹ്മദ് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നാം വായിക്കുകയാണ്. കാരണം ആ പ്രവാചകൻ മറ്റുള്ള പ്രവാചകരെക്കാളും കൂടുതൽ ത്യാഗത്തിൻ്റെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആദർശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ മുൻപന്തിയിൽ നിന്ന മഹാനായ ഒരു പ്രവാചകനാണ്. പൂർണ്ണമായും ജീവിതം സർവശക്തന് സമർപ്പിച്ച ഒരു പ്രവാചകൻ. പരീക്ഷണങ്ങൾ അകലവും കൃത്യമായ രീതിയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച ഒരു പ്രവാചകൻ. സ്വന്തം നാട് വിട്ടുകൊണ്ട് സ്വന്തം ഭാര്യയെയും മകനെയും മരുഭൂമിയിൽ വിട്ടേച്ചുകൊണ്ട് റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പനയ്ക്ക് ഉത്തരം ചെയ്ത് ഹിജ്റ പോയ പ്രവാചകനെയാണ് ചരിത്രത്തിൽ നാം വായിക്കുന്നത്. അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചതിൻ്റെ പരിണിതഫലമായി ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ലഭിച്ച ആ സന്താനത്തെ പോലും ബലിയറുക്കണമെന്നുള്ള കൽപ്പന വന്നപ്പോൾ നെറ്റി ചുഴിക്കാതെ അള്ളാഹുവിന് മുന്നിൽ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ആ കൽപ്പനയ്ക്ക് വിധേയമായ പ്രവാചകനെയാണ് നാം കഴിഞ്ഞ ഖുതുബയിൽ കൂടി മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിത ചരിതം പറയുന്ന പല അധ്യായങ്ങളിലും ഇബ്രാഹിം നബിയെ ശ്രേയസ്കരമായ ഒരു പ്രവാചകനായും ഉലുൽ അസ്മുകളിൽപ്പെട്ട ഒരു പ്രവാചകനായും ഏറ്റവും ശ്രദ്ധേയനായ ഒരു പ്രവാചകനായും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. സൂറത്തുൻ നജ്മിലെ 37-ാമത്തെ ആയത്തിൽ ആ ഇബ്രാഹിം നബിയുടെ പൂർണ്ണതയെക്കുറിച്ചാണ് റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇബ്രാഹിം അല്ലദീ വഫാ, പൂർണ്ണമായും കടമകളെല്ലാം പൂർത്തിയാക്കിയ ഒരു പ്രവാചകനെയാണ് റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചു തരുന്നത്. ആ പ്രവാചകനെ വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിലെ 120-ാമത്തെ ആയത്തിൽ കൂടി ഒരു ഉമ്മത്തായിട്ടാണ് ആ പ്രവാചകനെ പരിചയപ്പെടുത്തുന്നത്. മറ്റൊരു പ്രവാചകന്മാർക്കും സവിശേഷത
കൊടുക്കാത്ത ഒരു സവിശേഷതയാണ് ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉമ്മത്തൻ എന്നുള്ള ആ ഒരു പ്രയോഗം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ. അള്ളാഹുവിന് കീഴ്പ്പെടുന്ന വിഷയത്തിൽ നേരായ മാർഗത്തിൽ നിലകൊണ്ട ഒരു സമുദായമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു സമുദായത്തിൻ്റെ പ്രത്യേകത, എന്തെല്ലാം ചെയ്തു തീർക്കുമോ ആ സമുദായം ചെയ്തു തീർക്കേണ്ട എല്ലാ കടമകളും ദൗത്യങ്ങളും പരിപൂർണമായും ഏകാന്തനായി നിന്നുകൊണ്ട്, യുവാവായി നിന്നുകൊണ്ട് ആ പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാം സമുദായത്തിൻ്റെ എല്ലാ ദൗത്യങ്ങളും നിർവഹിച്ചു എന്നാണ് വിശുദ്ധ ഖുർആനിൽ കൂടി റഹ്മാനായ റബ്ബ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ആ പ്രവാചകൻ്റെ മറ്റൊരു സവിശേഷത, പരീക്ഷണങ്ങളെല്ലാം പൂർണ്ണമായും നിറവേറ്റിയ ഒരു പ്രവാചകനെയാണ് സൂറത്തുൽ ബഖറയുടെ 124-ാമത്തെ ആയത്തിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. വഇദ്ബ്തലാ ഇബ്രാഹീമ റബ്ബഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന. പൂർണ്ണമായും റബ്ബിൻ്റെ ചില പരീക്ഷണങ്ങൾ അല്ലാഹു തആല അദ്ദേഹത്തിൽ കൂടി പരീക്ഷിക്കുകയും അത് പൂർണ്ണമായും നിറവേറ്റുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സന്തോഷം ഏറ്റുവാങ്ങിയ മഹാനായ ഒരു പ്രവാചകനെ അല്ലാഹു തആല വിശേഷിപ്പിക്കുന്നത് ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ. ജനങ്ങൾക്ക് ഇമാമായ ഒരു പ്രവാചകനാണ്. എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും ഇമാമായ ഒരു പ്രവാചകനെയാണ് സൂറത്തുൻ നിസായിലെ 125-ാമത്തെ ആയത്തിൽ കൂടി റഹ്മാനായ റബ്ബ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. മറ്റൊരായത്തിൽ കൂടി വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല. അള്ളാഹുവിൻ്റെ ഉറ്റ ചങ്ങാതി എന്നുള്ള സവിശേഷത അറിയിക്കപ്പെട്ട ഒരു പ്രവാചകനെയാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അള്ളാഹുവിൻ്റെ ഉറ്റ തോഴൻ, ഖലീലുർ റഹ്മാൻ എന്നുള്ള വിശേഷണത്തിന് അർഹമായ മഹാനായ പ്രവാചകനെയായിട്ടാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ കലാമിലെ ആയത്തുകളിൽ കൂടി അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ആ പ്രവാചകനോട് അള്ളാഹുവിനെ പൂർണ്ണമായും സമർപ്പണം ചെയ്യുക എന്നുള്ള ഒരു വാക്ക് ഉരുവിട്ട ഉടൻ തന്നെ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടി, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. സർവലോക സംരക്ഷകനായ റഹ്മാനായ റബ്ബിനിതാ ഞാൻ പൂർണ്ണമായും സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു മറുപടി നൽകിയ പ്രവാചകനെ സംബന്ധിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിലെ 60-ാം അധ്യായം സൂറത്തുൽ മുംതഹിന 6-ാമത്തെ ആയത്തിൽ പറയുകയാണ്, ആ ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ഏത് ഇബ്രാഹിം നബി? ആർക്കാണ് മാതൃക? അല്ലാഹുവിൽ പ്രതീക്ഷയുള്ളവർക്ക്, അന്ത്യനാളിൽ പ്രതീക്ഷയുള്ളവർക്ക്. ലഖദ് കാന ലക്കും ഫീഹിം ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിനെ പ്രതീക്ഷിക്കുന്നതാരോ, അന്ത്യദിനത്തെ പ്രതീക്ഷിക്കുന്നതാരോ അവർക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ ആ ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥന ഇന്നും മുസ്ലിമീങ്ങൾ അനുവർത്തിക്കേണ്ട ഒരു പ്രാർത്ഥന. സാഹചര്യങ്ങളെല്ലാം അതിന് അനുകൂലമായിട്ട് വന്നിരിക്കുക. ഈ പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെതായി അതേ അധ്യായത്തിലെ 5-ാമത്തെ ആയത്തിൽ റഹ്മാനായ റബ്ബ് പരിചയപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബി അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ ലാ തജഅൽനാ ഫിത്നതൻ ലില്ലദീന കഫറു വഗ്ഫിർ ലനാ റബ്ബനാ. അല്ലാഹുവേ, ഞങ്ങളുടെ റബ്ബേ, നീ സത്യനിഷേധികൾക്ക് ഞങ്ങളെ നീ പരീക്ഷണത്തിന് ഇരയാക്കരുതേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന 4000 വർഷങ്ങൾക്ക് മുമ്പ്, 4 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് ഇന്നും പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് വിശ്വാസികളെ നാം മുന്നോട്ട് പോകുന്നത്. അല്ലാഹുവേ, നീ സത്യനിഷേധികൾക്ക് പരീക്ഷണത്തിന് നീ ഞങ്ങളെ ഇടവരുത്തരുതേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെതായിട്ടാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ആ ഇബ്രാഹിം നബിയുടെ നിശ്ചയദാർഢ്യവും തൗഹീദിന്റെ ഏറ്റവും വലിയ ഗരിമയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളിൽ കൂടിയും വിശ്വാസികളെ ഉത്ബുദ്ധരാക്കുകയാണ്. നിശ്ചയദാർഢ്യത്തിന്റെ, അതാണ് ഉലുൽ അസ്മ്. നിശ്ചയദാർഢ്യത്തിന്റെ ഏറ്റവും മഹോദാഹരണമായി 5 പ്രവാചകന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ് ഖലീലുർ റഹ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം. ആ സമൂഹത്തിനോട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിശ്ചയദാർഢ്യത്തോടുകൂടി പറയുന്ന ആ ഒരു ഗാംഭീര്യം നിറഞ്ഞ ചില ചോദ്യങ്ങളുണ്ട്. ഖുൽ, ഇബ്രാഹിം നബിയെ അവരോട് പറയുക. ആരോട് പറയുക? കല്ല്, കരട്, കാഞ്ഞീര കുറ്റി മുതൽ മുള്ളു, മുരട്, മൂർഖൻ പാമ്പ് വരെയുള്ള സകലതിനെയും ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക്
ഖമറിനെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും അങ്ങനെ ഓരോന്നിനെയും ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിന് മുമ്പിൽ നിശ്ചയദാർഢ്യത്തോടുകൂടി ഇബ്രാഹിമേ നീ ചോദിക്കുക, അനദഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉനാ വലാ യദുറുനാ. സമൂഹമേ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കേണ്ട ഒരു സമൂഹമേ, ഉപകാരം ചെയ്യാത്ത ഉപദ്രവം ചെയ്യാത്ത ഈ ശക്തികളോടാണല്ലോ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ത് പ്രതിഫലനമാണ് നിങ്ങൾക്ക് അതിൽ നിന്നും ലഭിക്കുവാൻ പോകുന്നത്? ഉപകാരം ചെയ്യുമോ അവർ നിങ്ങൾക്ക്? ഉപദ്രവം ചെയ്യുമോ അവർ നിങ്ങൾക്ക്? എന്നിട്ട് മഹാനായ ഇബ്രാഹിം നബിജി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമൂഹത്തോട് പറയുന്ന ഒരു മറുപടിയുണ്ട്, വനുറദ്ദു അലാ ഖാബിനാ ബഅദ ഇദ് ഹദാനല്ലാഹ്. അല്ലാഹു ഞങ്ങൾക്ക് നൽകിയ ഹിദായത്ത്, അല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞരുളിയ സന്മാർഗത്തിൽ നിന്നും മറ്റ് പഴയ ആദർശത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണോ എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ആ സമൂഹം പരാജയപ്പെട്ടുവെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന എന്നെ നിങ്ങൾ പഴയതിലേക്ക് പോകുവാൻ, മടങ്ങിപ്പോകുവാൻ നിങ്ങൾ പറയുകയാണോ എന്നുള്ള ആ ഒരു ചോദ്യമാണ്. അതേ സഹോദരങ്ങളെ, നാം ഇന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. ഇബ്രാഹിം നബി റബ്ബിനോട് പ്രാർത്ഥിച്ചതാണ്, ആ സമൂഹത്തോട് പറഞ്ഞ ഒരു കാര്യമാണ്. അള്ളാഹു ഞങ്ങൾക്ക് ഹിദായത്ത് തന്നതിന് ശേഷം ആ പഴയ ജഹാലത്തിലേക്ക് ഞങ്ങളെ മടക്കുവാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുകയാണോ എന്ന് നാം ചോദിക്കണം. ചുറ്റുപാടുമുള്ള സമൂഹത്തോട് ചോദിക്കണം. ഹിദായത്തിന്റെ ഏറ്റവും ഉന്നതമായ ആദർശം റഹ്മാനായ റബ്ബിന്റെ കരുണയാണ്, അവന്റെ വരദാനമാണ്. മറ്റാർക്കും ലഭിക്കാത്ത, പ്രവാചകന്മാരുടെ ഇഷ്ടപ്പെട്ടവർക്ക് പോലും റഹ്മാനായ റബ്ബ് കൊടുക്കാത്ത ആ സന്മാർഗം എന്ന് പറയുന്ന ആ ഹിദായത്ത് കിട്ടിയ നമ്മൾ വിശ്വാസികൾ പ്രാർത്ഥിക്കണം. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. അല്ലാഹുവേ, ഹിദായത്തിലായതിനു ശേഷം ഞങ്ങൾ ഹൃദയത്തെ നീ തെറ്റിച്ചു കളയല്ല റബ്ബേ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്നിൽ നിന്നുള്ള റഹ്മത്ത് ഞങ്ങൾക്ക് ഓശാരമായി നൽകണമേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പ്രാർത്ഥിച്ചതാണ്, സ്വഹാബികൾ പ്രാർത്ഥിച്ചതാണ്, സത്യവിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ ഹിദായത്താകുന്ന മാർഗം റഹ്മാനായ റബ്ബേ നിന്റെ കരുണയാണ്, നിന്റെ റഹ്മത്താണ്, നിന്റെ വരദാനമാണ്. ഇതിൽ നിന്നും വ്യതിചലിപ്പിച്ച് കളയല്ലേ അല്ലാ. അതുകൊണ്ടാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും ഒരു യുദ്ധവേളയിൽ അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സ്വല്ലൈനാ. അല്ലാഹുവേ, നീ ഇല്ലായിരുന്നുവെങ്കിൽ, നീ കനിഞ്ഞരുളിയില്ലായിരുന്നുവെങ്കിൽ എങ്ങനെയാ ഞങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കുക? ഞങ്ങൾ എങ്ങനെയാ നമസ്കരിക്കുക? ഞങ്ങൾ എങ്ങനെയാ സ്വതഖ നൽകുക എന്ന് സ്വഹാബികളും പ്രവാചകരും കവിതയിൽ കൂടി റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ഔദാര്യമാണ് ഹിദായത്ത് അല്ലാ, നിന്റെ കരുണയാണ് ഹിദായത്ത് അല്ലാ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇഷ്ടപ്പെട്ട ഭാര്യക്കും മകനും കൊടുക്കാത്ത ഹിദായത്ത്, ലൂത്ത് നബിയുടെ ഭാര്യയ്ക്ക് കൊടുക്കാത്ത ഹിദായത്ത്, പുന്നാര റസൂലുള്ളാഹിന്റെ മാതാപിതാക്കൾക്കും മൂത്താപ്പക്കും കൊച്ചാപ്പമാർക്കും കൊടുക്കാത്ത ഹിദായത്ത്. വിശ്വാസികളെ, നാം എന്ത് നേടിയ ഹിദായത്ത് കൊണ്ട്? ആ ഹിദായത്ത് മരണം വരെയും നമ്മുടെ കൈകളിൽ സുരക്ഷിതമാകണം. കണ്ണിന്റെ കാഴ്ചയെക്കാളും ആ ഹിദായത്തിന്റെ വക്താക്കളാണ് നമ്മൾ വിശ്വാസികളെ. റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പ്രവാചകരുടെ ഏറ്റവും അധികമായ ഒരു പ്രാർത്ഥന ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുമ്മ, അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയത്തെ മാറ്റുമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണമേ എന്ന് ആരാണ് പ്രാർത്ഥിക്കുന്നത്? വിശ്വാസികളെ, അള്ളാഹുവിന്റെ റസൂലാണ്, സ്വഹാബാക്കളാണ്, സത്യവിശ്വാസികളാണ്. നമ്മുടെയും ജീവിതത്തിൽ നൈരന്തര്യമായി ഉണ്ടാകണം ഈ പ്രാർത്ഥന എന്ന് മനസ്സിലാക്കുക സഹോദരങ്ങളെ. ഈ ഹിദായത്ത് നമുക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ, ഈ റബ്ബിന്റെ കരുണ നമുക്ക് അള്ളാഹു ഓശാരമായി നമുക്ക് നൽകിയില്ലായിരുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എത്രമാത്രം അധപ്പതനമാകുമായിരുന്നു വിശ്വാസികളെ. അങ്ങനെ ജീവിച്ചവരായിരുന്നു ഇവിടെ ഇരിക്കുന്ന പലരും. ഹിദായത്തിന്റെ ആ സന്മാർഗം ലഭിക്കുന്നതിന് മുമ്പ് ദർഗകളായ ദർഗകൾ ജീവിതത്തിൽ ഒരു പ്രയാസം നേരിട്ടാൽ, ജീവിതത്തിൽ ഒരു ദുരിതം നേരിട്ടാൽ മക്കയിലെ മുശ്രിക്കുകൾ പോലെ മഹാന്മാരായ ഖബറാളികളോട് പോലും പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ ജീവിതം ഉണ്ടായിരുന്നു സഹോദരങ്ങളെ. ജീവിതത്തിൽ ഒരു ഖബറിന്റെ അടുക്കൽ പോകും, കുറെ ദിവസം അവിടെ ഭജനമിരിക്കും, അവിടെ വെച്ചുകൊണ്ട് ആ കാര്യം സാധിച്ചു
സാധിച്ചില്ല എങ്കിൽ വേറെ ഏതെങ്കിലും ഖബറിലേക്ക് പോകും. അങ്ങനെയായിരുന്നുവല്ലോ നമ്മുടെയൊക്കെ അവസ്ഥ. റഹ്മാനായ റബ്ബ് ആ കരുണ നമുക്ക് നൽകിയതാണ്, ആ ഹിദായത്ത് നമുക്ക് നൽകിയതാണ്. നമ്മുടെ ആദർശമെന്ന് പറയുന്നത് അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുവേ, നീ ഇതിലേക്ക് നയിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ എത്രമാത്രം ദുർമാർഗത്തിലാകുമായിരുന്നു. ഈ ഹിദായത്തിലേക്ക് നയിച്ച റബ്ബേ, നിനക്കാണ് സർവസ്തുതിയുമെന്ന് സ്വർഗാവകാശികളുടെ ഒരു പ്രാർത്ഥനയായി വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅറാഫ് 43-ാമത്തെ ആയത്തിൽ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇബ്രാഹിം നബിയുടെ സമൂഹത്തോടായിരുന്നു ആ മഹാനായ പ്രവാചകൻ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. നക്ഷത്രത്തെ ആരാധിച്ചിരുന്ന, ചന്ദ്രനെ ആരാധിച്ചിരുന്ന, സൂര്യനെ ആരാധിച്ചിരുന്ന, കാണുന്നതെല്ലാം ആരാധിച്ചു കൊണ്ടിരുന്ന ആ സമൂഹത്തോട് പറയുകയാണ്, ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫ വമാ അന മിനൽ മുശ്രികീൻ. അല്ലാഹുവേ, ഞാനിതാ നേരായ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ സമൂഹത്തെ ഞാൻ വിളിക്കുകയാണ്. ആകാശഭൂമികളെ പടച്ച റബ്ബേ, നിന്നിലേക്കാണ് ഞാൻ ഇവരെ ക്ഷണിക്കുന്നത് എന്ന് പറയുവാൻ സാധിക്കണം വിശ്വാസികളെ. ഇന്നത്തെ മുസ്ലിം സമൂഹം, പേരിന് മാത്രം മനസ്സിലാകുന്ന ഈ മുസ്ലിം സമൂഹം ഇന്ന് വിശ്വാസികളെ CM മടവൂരിന്റെ ദർഗയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ് നാം വാർത്താ മാധ്യമങ്ങളിൽ കൂടി. വിശ്വാസികളുടെ മനസ്സ് CM മടവൂരിലേക്കാണ് എന്നും പറഞ്ഞുകൊണ്ട് ഏറ്റവും അധംപതിച്ച, ഈമാനിന്റെ ലാഞ്ചന പോലും കിട്ടാത്ത ഈ മുശ്രിക്കുകളെക്കാളും അധംപതിച്ച ചില വിശ്വാസികൾ അല്ലാഹുവിങ്കലേക്ക് നയിച്ച ഇബ്രാഹിം നബിയുടെ മില്ലത്തായ ഈ മുസ്ലിം സമുദായത്തിലെ പുരോഹിതന്മാർ ഇന്ന് ജനങ്ങളെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് പല മഖബറകളിലേക്കുമാണ്, CM മഖാമിലേക്കാണ്. 30 വർഷം മുമ്പ് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോയ CM അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു പണ്ഡിതന്റെ ജാറത്തിലേക്ക് വിശ്വാസികളുടെ മനസ്സിനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നവർ അറിയണം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരിലേക്കാണ് ക്ഷണിച്ചത്? ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളെ പടച്ച റഹ്മാനായ റബ്ബേ, നിന്നിലേക്ക് എന്റെ മുഖം തിരിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ പണ്ഡിതർക്ക് സാധിക്കുന്നില്ല, പുരോഹിതന്മാർക്ക് സാധിക്കുന്നില്ല, ശുഭ്രവസ്ത്രധാരികൾക്ക് സാധിക്കുന്നില്ല. അവർ ക്ഷണിക്കുന്നത് ദർഗകളിലേക്കാണ് എന്നുള്ളത് സാന്ദർഭികമായി ഇബ്രാഹിം മില്ലത്തിന്റെ ഈ ചരിത്രം പറയുമ്പോൾ നാം അറിയുക സഹോദരങ്ങളെ. തൗഹീദ് കേട്ടപ്പോൾ തർക്കിച്ച ഒരു സമൂഹമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു സമൂഹം. എല്ലാറ്റിനെയും ആരാധിച്ചിരുന്ന ആ സമൂഹത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നെഞ്ചി വിരിച്ചുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടുകൂടി അല്ലാഹനെ കുറിച്ച് പറയുമ്പോഴേക്കും വഹജ്ജഹു ഖൗമുഹു, ആ ഇബ്രാഹിം നബിയുടെ സമൂഹം തർക്കിച്ചുവെന്നാണ്. അല്ല മാത്രമോ? മുശ്രിക്കുകൾ തർക്കിച്ചതുപോലെ, പല പ്രവാചകന്മാരുടെയും എതിരാളികൾ തർക്കിച്ചതുപോലെ, ഇന്നും മുസ്ലിമീങ്ങളിൽ പലരും തർക്കിക്കുന്നത് പോലെ അല്ല മാത്രമോ? ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ മുദ്രാവാക്യമല്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമ് നൂഹ് നബിയോട് ചോദിച്ചതാണ്, അല്ല മാത്രമോ? പ്രവാചകന്മാരെല്ലാം പറഞ്ഞ മറുപടി അതെ, അല്ല മതി അവന്റെ അടിയാറുകൾക്ക്. ഇത് പറയുവാനാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ ലോകത്തിന്റെ വ്യത്യസ്തമായ ദേശങ്ങളിൽ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ അല്ലാഹു തആല നിയോഗിച്ചത്. ആ നിയോഗം തന്നെയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും നിയോഗിച്ചത്. അള്ളാനെ മാത്രം പറഞ്ഞപ്പോൾ, അള്ളാന്റെ വഹ്ദാനിയത്ത് അവതരിപ്പിച്ചപ്പോൾ, അള്ളാനെ കുറിച്ചുള്ള ഗാംഭീര്യം ആ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ആ ഇബ്രാഹിം നബിയോട് തർക്കിക്കുകയാണ്. ഖാലാ തുഹാജ്ജൂനി ഫില്ലാഹ്. ഇബ്രാഹിം നബിയുടെ മറുപടിയാണ്, എന്നോട് നിങ്ങൾ തർക്കിക്കുന്നു, എന്നോട് നിങ്ങൾ തർക്കിക്കുന്നു. ഞാൻ ആരെയാ പരിചയപ്പെടുത്തുന്നത്? ഈ ലോകത്തെ പടച്ച, ഈ 7 ആകാശങ്ങളെ പടച്ച, എല്ലാറ്റിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, അന്നം നൽകുന്ന, വായു നൽകുന്ന, ജീവൻ നൽകുന്ന, ജലം നൽകുന്ന ആ റബ്ബിങ്കലേക്ക് ക്ഷണിക്കുമ്പോൾ ആ എന്നെയാണോ നിങ്ങൾ തർക്കിക്കുന്നത്? വഖദ് ഹദാനി, അവൻ ആരെന്നറിയുമോ? എനിക്ക് സന്മാർഗം കാണിച്ചു തന്നവനാണ്. അതുകൊണ്ട് മുശ്രിക്കുകളെ,
അള്ളാനെ വിട്ടുകൊണ്ട് അടിയാറുകളിലേക്ക് തിരിക്കുന്ന സമൂഹമേ, ശിർക്ക് ചെയ്യുന്നവരെ, ഇതാ എന്റെ നിലപാട് പ്രഖ്യാപിക്കുവാൻ വേണ്ടി പോവുകയാണ്. വലാ ഖാഫു മാ തുശ്രികൂന ബിഹി ഇല്ലാ അൻ യശാ റബ്ബി ഷൈആ. ഞാൻ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. വിശ്വാസിയുടെ നിശ്ചയദാർഢ്യമാണ്, ഖലീലുള്ളയുടെ നിശ്ചയദാർഢ്യമാണ്, അനുവർത്തിക്കപ്പെടേണ്ടതാണ്, മാതൃകയാണ്. വിശ്വാസികളെ, നമ്മെ ഭയപ്പെടുത്തുമ്പോൾ, നമ്മെ ഊരുവിലക്കിടുമ്പോൾ, നമ്മെ കുത്തുവാക്കുകൾ കൊണ്ട് അഭിസംബോധനം ചെയ്യുമ്പോൾ നാം ഉരുവിടേണ്ട മുദ്രാവാക്യമാണ് വലാ ഖാഫു മാ തുശ്രികൂന ബിഹി ഇല്ലാ അൻ യശാ റബ്ബി ഷൈആ. നിങ്ങൾ പങ്കു ചേർക്കുന്ന ഒന്നിനെ കുറിച്ചും ഞാൻ ഭയപ്പെടുന്നില്ല. അത് ജിന്നാകട്ടെ, മലക്കാകട്ടെ, ഖബറാളികളാകട്ടെ, ഏതു മഹാന്മാരാകട്ടെ, അദൃശ്യമായ മാർഗത്തിൽ കൂടി അല്ലാഹ് അല്ലാത്ത ഒരു ശക്തിയെയും ഞാൻ ഭയപ്പെടുകയില്ല എന്ന് പ്രഖ്യാപിച്ചതാരാ? ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് ആ സമൂഹത്തോട് ഇബ്രാഹിം നബി ചോദിക്കുകയാണ്, മാലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താനാ. ഒരു രേഖയും അള്ളാഹ് നിങ്ങൾക്ക് അവതരിപ്പിച്ചിട്ടില്ലല്ലോ. അള്ളാഹുവിൽ പങ്കുചേർക്കാൻ, അള്ളാഹിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലെ മറ്റുള്ളവരോടും ചോദിക്കാൻ, അള്ളാഹ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുവല്ലോ. അള്ളാഹ് അയച്ച എന്ത് പ്രമാണമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഹാത്തു ബുർഹാനക്കും, തെളിവ് കൊണ്ടുവാ. നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശിർക്കിനെ, ഖബറാളികളോട് സങ്കടം തേടിക്കൊണ്ടിരിക്കുന്ന മുശ്രിക്കുകളോടാണ് അള്ളാഹുവിന്റെ പ്രവാചകരുടെ ചോദ്യം. കൊണ്ടുവാ തെളിവ്. അള്ളാഹിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഖബറാളികളോട് ചോദിക്കുകയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെയാണ് ചോദിച്ചത്. മാലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന. അള്ളാഹ് ഒരു രേഖയും അയച്ചിട്ടില്ലല്ലോ നിങ്ങൾക്ക്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആദർശ പിതാവ്, മുവഹ്ഹിദീങ്ങളുടെ പിതാവ്, തൗഹീദിന്റെ ഏറ്റവും ഉത്തമനായ പ്രവാചകൻ, ആ സമൂഹത്തോട് ചോദിക്കുകയാണ്. ഭയപ്പെടുത്തിയിരുന്ന ഒരു സമൂഹം, ആ സമൂഹം ഈ പ്രവാചകന്മാരെല്ലാം അങ്ങനെയാ പറഞ്ഞിരുന്നത്. ലൂത്ത് നബിയോടും നൂഹ് നബിയോടും ഇബ്രാഹിം നബിയോടും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും എല്ലാം ഭീഷണിപ്പെടുത്തുമായിരുന്നു. ഒന്നുകിൽ ഊരുവിലക്കിന്റെ ഭീഷണി, അല്ലെങ്കിൽ ഖബറാളിയുടെ ശാപം നിനക്ക് കിട്ടും എന്നുള്ള ഭീഷണി. പറഞ്ഞതു ഇബ്രാഹിം നബിയുടെ എതിരാളികളാണ്. ആ എതിരാളികളോട് ഇബ്രാഹിം നബി ചോദിക്കുകയാണ്, ഫഅജ്ജുൽ ഫരീഖൈൻ, ഈ രണ്ട് വിഭാഗത്തിൽ ഏതാണ് ഏറ്റവും ഉത്തമം? അഹഖ്ഖു ബിൽ അംനി ഇൻ കുൻതും തഅലമൂൻ. ഈ രണ്ട് വിഭാഗമുണ്ടല്ലോ, ഒന്ന് ശിർക്ക് ചെയ്യുന്നവർ, ഒന്ന് ശിർക്ക് ചെയ്യാത്ത മുവഹ്ഹിദീങ്ങൾ. ഈ രണ്ടിൽ ഏറ്റവും നിർഭയരായവർ, അതിന് അവകാശികൾ ആരാണ്? ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾക്ക് അറിയുമെങ്കിൽ പറ. ഇന്നും ചോദിക്കണം നമ്മൾ, ആരാണ് നിർഭയത്വമുള്ളത്? കോഴിമുട്ടയെപ്പോലും ഭയപ്പെടുന്നവർ ഇന്ന് തൗഹീദിന്റെ ആൾക്കാരാണത്രേ. കോഴിമുട്ടയിൽ എന്തൊക്കെയോ വരഞ്ഞു വെച്ചുകൊണ്ട് ഏതെങ്കിലും സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടാൽ അതിനെ ഭയപ്പെടണമെന്ന് പറയുന്നവർ തൗഹീദല്ല. അതല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ചു തന്ന ഉജ്ജ്വലമായ മാതൃക. കോഴിമുട്ടയെ ഭയപ്പെടുകയോ ഒരു വിശ്വാസി? ആ കോഴിമുട്ടയിൽ എന്തൊക്കെയോ എഴുതി വെച്ചുകൊണ്ട് ഏതെങ്കിലും സ്ഥലത്ത് കാണുമ്പോൾ അതിനെ നാം ഭയപ്പെടുകയോ? ഏതാണ് ഈ മുവഹ്ഹിദ്? ഈ തൗഹീദ് ആരാണ് പഠിപ്പിച്ചത്? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദ്ദുൽമിൻ ഉലൈക ലഹുൽ അംന് വഹും മുഹ്തദൂൻ. ഇബ്രാഹിം നബിയുടെ കൃത്യമായിട്ടുള്ള പഠനമാണ് വിശ്വാസികളെ. സൂറത്തു അൻആം 82-ാമത്തെ ആയത്ത്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദ്ദുൽമിൻ. വിശ്വസിച്ചാൽ മാത്രം പോരാ. ഞങ്ങൾ അഹമ്മദാണ്, ഞാൻ മുഹമ്മദാണ്, ഞാൻ അബ്ദുൽ വഹാബാണ്, ഞാൻ അബ്ദുൽ ഫാറൂഖാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേരുകൊണ്ട് മാത്രം വിശ്വാസികളാവുകയില്ല. ലം യൽബിസു ഈമാനഹും ബിദ്ദുൽമിൻ. ആ വിശ്വാസത്തിൽ അക്രമം കലരരുത്, ളുൽമാകുന്ന ആ ശിർക്ക് കലരരുത്. ളുൽമ എന്ന് വെച്ചാൽ ഇവിടെ ശിർക്കാണ്. ആ ശിർക്ക് കലരാത്ത വിശ്വാസം ആർക്കുണ്ടോ അവരാണ് നിർഭയത്വമുള്ളത്, അവർക്ക് തന്നെയാണ് ഹിദായത്തുള്ളത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച തൗഹീദിന്റെ വാക്കുകളാണ്. വിശ്വാസികളെ, പ്രവാചകന്മാരെ ഭയപ്പെടുത്തിയിരുന്നത് അങ്ങനെയാണ്. അള്ളാനെ മാത്രമെന്ന് പറയുമ്പോൾ, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥന എന്ന് പറയുമ്പോൾ, അള്ളാഹ്ക്ക് മാത്രം നേർച്ച എന്ന് പറയുമ്പോൾ, ഇവർ നമ്മെ ഭൗതികമായ പല രീതിയിലും നമ്മെ പേടിപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്നെല്ലാം പരാജയപ്പെടുത്തുമ്പോൾ പിന്നെ എടുക്കുന്ന ഒരു തുറുപ്പ് ഷീട്ടാണ് ഈ ഖബറാളിയുടെ ശിക്ഷ നിനക്ക് കിട്ടും. ഇത് നൂഹ് നബിയെ ഭീഷണിപ്പെടുത്തിയതാ.
നോക്കൂ, മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദ് പറയുകയാണ് ആ ജനങ്ങളോട്, വയാ ഖൗം ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയസിദുകും ഖുവ്വതൻ ഇലാ ഖുവ്വതികും. ഹൂദ് നബി തന്റെ സമൂഹത്തെ തൗഹീദിലേക്ക് ക്ഷണിച്ച ആയത്തുകളാണ്. 11-ാം അധ്യായത്തിലെ 54-ാമത്തെ ആയത്ത്, എൻ്റെ സമൂഹമേ, നിങ്ങൾ അല്ലാഹുവിനോട് തേടുവീൻ, അവനോട് പശ്ചാത്തപിക്കുവീൻ, എങ്കിൽ നിങ്ങൾക്ക് ആകാശത്തു നിന്നും സമൃദ്ധമായ മഴ നിങ്ങൾക്ക് അവൻ ചൊരിഞ്ഞു തരും. വയസിദുകും ഖുവ്വതൻ ഇലാ ഖുവ്വതികും, ശക്തിയിൽ നിന്നും ശക്തമായ ശക്തിയിലേക്ക് നിങ്ങളെ ആ റബ്ബ് നയിക്കും. ഒരുപാട് ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹ് തരും എന്ന് അള്ളാഹനെ മാത്രം ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ ആ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് അതേ അധ്യായത്തിലെ തൊട്ടടുത്ത ആയത്തുകൾ കാണാം. എന്താണ് പറയുന്നത്? ഇന്നഖൂൽ, അവർ ഭീഷണിപ്പെടുത്തുകയാണ്, ഇല്ലാ തറാക ബഅദു ആലിഹതനാ ബിസൂ, ഞങ്ങളുടെ ഇലാഹുകളിൽപ്പെട്ട പലരുടെയും ശാപം നിന്നിൽ ഏറ്റിരിക്കുകയാണ്. ആ ശാപമാണ്, അതുകൊണ്ട് നീ ഭ്രാന്തനാണ്. അങ്ങനെയാണല്ലോ തൗഹീദ് പറയുന്ന സമൂഹത്തെ, സുന്നത്ത് പറയുന്ന സമൂഹത്തെ, അള്ളാന്റെ പ്രവാചകരുടെ സുന്നത്തിനെ നിർഭയത്വത്തോടുകൂടി ഗാംഭീര്യത്തോടുകൂടി താടിയിൽ കൂടി പ്രകടമാക്കുമ്പോൾ നമ്മെക്കുറിച്ച് എന്താ പറയുന്നത്? ഭ്രാന്തൻ വന്നിരിക്കുകയാണ്. എന്തൊരു ഭ്രാന്തനാണ്, സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ലോകത്തിന്റെ ഒരു ക്രമീകരണം. ഹൂദ് നബിയെയും മറ്റുള്ള പ്രവാചകന്മാരെയും ഭ്രാന്തൻ എന്ന് വിളിച്ച ഈ സമൂഹത്തിന്റെ പിൻഗാമികൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരോട് പറയുക, അള്ളാഹിനോട് മാത്രം. ഹൂദേ, നിനക്ക് ഞങ്ങളുടെ ചില ഇലാഹുകളുടെ ഗുരുത്തക്കേട് കിട്ടിയിട്ടുണ്ട്. ആ ഹൂദ് നബി നിർഭയത്വത്തോടുകൂടി നിശ്ചയദാർഢ്യത്തോടുകൂടി ആ സമൂഹത്തോട് പറഞ്ഞതെന്താണെന്ന് അറിയുമോ വിശ്വാസികളെ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ മന്ത്രമാണ് ഹൂദ് നബി നടത്തിയിരുന്നത്. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും, ഞാനിതാ എന്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹുവിൽ പൂർണ്ണമായും ഞാൻ തവക്കുലാക്കുകയാണ്. പറയുവാൻ സാധിക്കുമോ വിശ്വാസികളെ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്ന് പറഞ്ഞ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറാളികളെ വിളിച്ചു തേടിയിരുന്ന ആ ഒരു സമൂഹം തന്റെ കൂടെയുള്ളവരിൽ മരിച്ചു പോകുന്ന മഹാന്മാരാണെന്ന് കണ്ടാൽ അവരോട് സങ്കടങ്ങൾ പറഞ്ഞിരുന്ന അബീജഹലിനോടും ഉത്ബത്തിനോടും അതുപോലെയുള്ള മുശ്രിക്കുകളോടും പൊന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആയത്താണ് സൂറത്ത് സുമറിലെ 39-ാമത്തെ ആയത്ത്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹുവിന്റെ അടിയാറുകൾക്ക് അല്ല പോരെ എന്നുള്ള ആ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഹൂദ് നബിയെ വിമർശിച്ച ആ സമൂഹം, ഹൂദ് നബിയെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ച ആ സമൂഹം, മുശ്രിക്കുകൾ അള്ളാന്റെ റസൂലിനോട് പറയുകയാണ്, വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി, അള്ളാനെ കൂടാതെയുള്ളവരെ കൊണ്ട് അവർ ഭയപ്പെടുത്തി എന്നാണ് പൊന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാത്തയുടെ ശിക്ഷ നിനക്ക് കിട്ടും, മനാത്തയുടെ കോപം കിട്ടും, ഇബ്രാഹിം നബിയുടെ കോപം കിട്ടും, ഇസ്മായിൽ നബിയുടെ കോപം കിട്ടും. ഞങ്ങൾ ആരാധിച്ചു വരുന്നതിനെ നീ തിരസ്കരിക്കുകയോ നീ ഉന്മൂലനം ചെയ്യുകയോ മുഹമ്മദ്, നിനക്ക് ശിക്ഷ കിട്ടും, ഖബറാളികളുടെ ശിക്ഷ നിനക്ക് കിട്ടും എന്ന് ആരാ പറഞ്ഞത്? മുശ്രിക്കുകൾ പറഞ്ഞിരുന്നുവെന്ന് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്താണ് വിശ്വാസികളെ. അവിടെയും പൊന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായ രീതിയിൽ അവരോട് പറയുകയാണ്. അതേ അധ്യായത്തിലെ 38-ാമത്തെ ആയത്ത്. അതാണ് വിശ്വാസികളെ, മില്ലത്ത് ഇബ്രാഹിമിന്റെ ചരിതം പറയുന്ന, പഠിക്കുന്ന, കേൾക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഉച്ചൈസ്തര്യം നിർഭയത്വത്തോടുകൂടി ഏത് സമൂഹത്തിന്റെ മുന്നിലും അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് നാം പറയുക, കുൽ, അള്ളാന്റെ റസൂല് നിങ്ങളെ ഭയപ്പെടുത്തുന്നല്ലോ അവർ, മരിച്ചവരുടെ ശാപം കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നുവല്ലോ, അവരോട് പറയുക, അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനിഹി, നിങ്ങളൊന്ന് കാണിച്ചതാടോ. എടാ അബൂജഹലെ, ഖുർആന്റെ പ്രയോഗമാണ്, നീ ഒന്ന് കാണിച്ചതാ. അല്ലാഹ് അല്ലാത്ത മഹാന്മാരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശക്തികളുണ്ടല്ലോ, ഈ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ലാത്തയും ഉസ്സയും ഉണ്ടല്ലോ, ഇവരാണല്ലോ നിങ്ങളിൽ ഏറ്റവും പ്രമുഖന്മാർ. ഇവരോടാണല്ലോ നിങ്ങളുടെ സങ്കടങ്ങൾ പറയുന്നത്, ഇവർക്ക് വേണ്ടിയാണല്ലോ നിങ്ങൾ നേർച്ചകൾ നേരുന്നത്, ഇവരോടാണല്ലോ നിങ്ങൾ പ്രയാസങ്ങൾ ദൂരീകരിക്കുവാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പറ പ്രവാചക, അവരോട് പറ,
ഇൻ അറാദനി അല്ലാഹു ബിളുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ളുർരിഹി ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി. അല്ലാഹു ഒരു റഹ്മത്തിനെ ഒരാൾക്ക് കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ഒരു ഖബറാളിയെ കൊണ്ടും തടയുവാൻ സാധ്യമല്ല. അല്ലാഹു ഒരു റഹ്മത്തിനെ പിടിച്ചു വച്ചാൽ ആ റഹ്മത്ത് കൊടുക്കുവാൻ ഇബ്രാഹിം നബിക്ക് സാധിക്കുകയില്ല. നിങ്ങൾക്ക് ബാധിച്ച ഒരു ഉപദ്രവം മാറ്റിത്തരുവാൻ ഇബ്രാഹിം നബിക്കോ ഇസ്മായിൽ നബിക്കോ സാധിക്കില്ല എന്ന് ഖുർആൻ കൃത്യമായി പറയുമ്പോൾ, വിശ്വാസികളെ, നമുക്ക് വിശ്വാസമുണ്ടോ ഇന്ന് നമ്മുടെ ചുറ്റിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഖബറാളികൾ നമ്മെ സഹായിക്കുമെന്ന്, നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരുമെന്ന്, നമ്മുടെ ളുറുകൾ മാറ്റിത്തരുമെന്ന്? ഇല്ല, ഇല്ല. അള്ളാഹിനോട് മാത്രം. എന്നിട്ട് ആ പ്രവാചകർ ആ സമൂഹത്തോട് പറയുകയാണ്, ഖുൽ, നബിയെ പ്രഖ്യാപിക്കുക, ഹസ്ബിയല്ലാഹു അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, എന്റെ രക്ഷ മുഴുവനും എന്റെ തവക്കുൽ മുഴുവനും ഞാൻ റഹ്മാനായ റബ്ബിൽ മാത്രമാണ് സമർപ്പിക്കുന്നത് എന്ന് പഠിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിൻഗാമിയായ ഹൂദ് നബിയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രഖ്യാപിച്ചത് ആ റഹ്മാനായ റബ്ബിന്റെ തൗഹീദിന്റെ ഗരിമയാണ്. ആ വിശ്വാസത്തിൽ കൂടി മുൻപോട്ട് പോവുക. അല്ലാഹു അത്തരം മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.